പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, BA എക്കണോമിക്സ് വിദ്യാർത്ഥികളുടെ തേർഡ് സെമസ്റ്ററിലെ മൈക്രോ എക്കണോമിക്സ് 2 അതിന്റെ ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ ആണ് നമ്മൾ നടത്തുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ ആണ് ഫസ്റ്റ് പറയുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിന് ഷട്ട് ഡൗൺ പോയിന്റ് അല്ലെങ്കിൽ പെർഫെക്റ്റ് കോമ്പിനേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പിനേഷൻ മാർക്കറ്റ് പീരീഡോ അല്ലെങ്കിൽ ലോങ് റൺ ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത ഉള്ളത്. ഇനി മൊഡ്യൂൾ 2 മൊണോപ്പൊളി പവർ, റെഗുലേഷൻ ഓഫ് മൊണോപ്പൊളി, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ഡംപിംഗ്, ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും വരാൻ സാധ്യത ഏറ്റവും കൂടുതൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ മൊണോപ്പൊളി ഷോർട്ട് റൺ അല്ലെങ്കിൽ ലോങ് റൺ. മൊഡ്യൂൾ 3 monopolistic competition or oligopoly, Cournot model of duopoly, price and output determination under monopolistic competition, short run or long run, King demand curve model, price leadership, Chamberlain model of oligopoly, oligopoly characteristics. പിന്നെ fourth module equilibrium in a competitive factor market, demand curve of the firm for one variable input, demand curve of the firm for several variable input, marginal productivity theory of input demand. ഈ രീതിയിലാണ് 5 മാർക്കിനും 10 മാർക്കിനും ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന്, ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് മൂന്നും നിങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എസ്സേയും ഒരു 5 മാർക്കിൻ്റെതും നിങ്ങൾക്ക് ഷുവർ ആയിട്ട് പ്രതീക്ഷിക്കുക. ചിലപ്പോൾ 2-5 മാർക്കൊക്കെ പ്രതീക്ഷിക്കാൻ കഴിയും. ചിലപ്പോൾ 2 എസ്സേ ഈ 3 എണ്ണത്തിൽ നിന്ന് വരാനുള്ള സാധ്യതയും കൂടി ഉണ്ട് എന്നുള്ളത് നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഓക്കെ, താങ്ക് യു.